Hello, welcome back to my channel. ഈ കഴിഞ്ഞ ഈദിൻ്റെ ഹോളിഡേക്ക് ഞങ്ങൾ പോയത് ഷാർജ വൈൽഡ് ലൈഫ് സെൻറ്ററിലോട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചെന്നു. അവിടെ കാണുന്ന ഒരു സൈഡിൽ നിന്ന്, ആ സ്ഥലത്ത് നിന്നാണ് നമുക്ക് എൻട്രി ടിക്കറ്റ് കിട്ടുന്നത്. 20 ദിർഹംസ് ആണ് ഒരാൾക്ക് പെർ ഹെഡ്. കുട്ടികൾക്ക് ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അതിനുള്ളിലേക്ക് കിടക്കുകയാണ്. അങ്ങനെ കയറുമ്പോൾ അവർ നമുക്ക് സീലൊക്കെ വെച്ച് തരും കേട്ടോ. അങ്ങനെ കയറി നല്ല രസമാണ് കേട്ടോ. അതിനകത്തെ കമ്പീൻസൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് പോകുന്നത്. അപ്പോൾ അവയ്ക്ക് ഞങ്ങൾ അവൻ്റെ ഒരു ഇരിക്കണ കാർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് വെച്ച് തള്ളിക്കൊണ്ടാണ് സാറപ്പം ഇങ്ങനെ ഓരോ കാഴ്ചയെ കണ്ടിരിക്കുക. കയറി ചെല്ലുമ്പോഴേ പാമ്പിൻ്റെ ലോകമാണ്. ഫുള്ള് പാമ്പ്. അയ്യോ, നമുക്കിങ്ങനെ ഗൂസ് പമ്പ് വരും. അതുപോലെ കുറേ പാമ്പുകൾ. അപ്പോൾ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അത് ഏത് പാമ്പാണ്, അതിൻ്റെ ഹാബിറ്ററ്റ് എന്തൊക്കെയാണ് അതിൻ്റെ ഫുഡ്, അങ്ങനെ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ചിലതൊന്നും നമുക്ക് കാണാനേ പറ്റില്ല. ഈ കല്ലിനൊക്കെ ഇടയ്ക്ക് കയറി കിടക്കുന്നുണ്ട്. ഇങ്ങനെ അത് കിടക്കുന്നുണ്ട്, ചുരുണ്ട് ഇങ്ങനെ കിടക്കും. അപ്പോൾ അതിന് ആക്ച്വലി ഇതിൻ്റെ ഓരോ ഇങ്ങനെ കണ്ണാടിയാണേ, ചില്ല് പോലെ. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഡു നോട്ട് ടച്ച്, ഡു നോട്ട് നോക്ക്. അത് നോക്ക് ചെയ്യുമ്പം അതിനെ ഡിസ്റ്റർബ് ആകും, അങ്ങനെ സൗണ്ട് വൈബ്രേഷൻസ് വരുമ്പോൾ അതിന് ബുദ്ധിമുട്ടാകും എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ പാമ്പുണ്ട്. അയ്യോ. അപ്പോൾ കുറേ പാമ്പിനെയൊക്കെ ഇങ്ങനെ നമ്മുടെ ഈ ഇല ചെടി അങ്ങനത്തേനകത്തും, പിന്നെ ഉള്ളത് ഇങ്ങനെ പാറയ്ക്കകത്ത് വേറെ കുറച്ച് പാമ്പുകളുണ്ട്, അത് ഇങ്ങനെ മണലിനകത്ത്. അപ്പോൾ അതിൻ്റെ ഹാബിറ്ററ്റിനനുസരിച്ചാണ് കേട്ടോ ഓരോന്നിനെയും വെച്ചേക്കുന്നത്. എന്ത് വലിയ പാമ്പാന്ന് നോക്കി. ഇതിൻ്റെയൊക്കെ പേരോടെ എഴുതിയിട്ടുണ്ട്. എന്തൊക്കെയോ ആണ് കുറേ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് നമുക്കാണെങ്കിൽ ഭയങ്കര എന്തോ പോലെ തോന്നും. കുറേ പാമ്പുകൾ ഇങ്ങനെ ചുറ്റി അതിൻ്റെ ഇടയ്ക്ക് കിടക്കുന്നുണ്ടോ. അയ്യോ, നമ്മൾ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കണം പാമ്പുകൾ. അങ്ങനെ കുറേ പാമ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ കണ്ട് നമ്മളിങ്ങനെ നോക്കുകയാണ്. ഡിസ്ക്രിപ്ഷൻ ഒന്നും വായിക്കാൻ സമയമില്ല, കാരണം കുറേ ആൾക്കാരൊക്കെ കാണാനൊക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ സമയമായതുകൊണ്ട്. അപ്പോൾ നമ്മളെല്ലാത്തിനും ജസ്റ്റ് ഇങ്ങനെ കണ്ട് പോകും. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് കണ്ടോ, ഇത് മണ്ണിലിങ്ങനെ പൂഴ്ന്ന് കിടക്കുക. അപ്പം നമുക്കറിയില്ല ഇത് പാമ്പുണ്ടെന്ന് പോലും അറിയില്ല. അതാണ് നമ്മുടെ മരുഭൂമിയിലെ മറ്റേ സാൻഡ് സ്നേക്ക് എന്ന് പറഞ്ഞ സാധനമാണ് കേട്ടോ. പിന്നെ ഇതാണ് പ്രത്യേക സാധനം. ഇത് ഉടുമ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് അതുവഴി ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ ദർശന് ഭയങ്കര ഇഷ്ടമായി. അവൻ ഇതിനെ പിടിക്കാനൊക്കെ ആയിട്ട് ഭയങ്കര ഇതായിരുന്നു. ഓടി അതിൻ്റെ അടുക്കലോട്ട് പോകും തൊടാനൊക്കെ. ഇനി അത് ഗ്ലാസ്സിനകത്തോട്ട് കയറി വരാത്തതുകൊണ്ടായിരിക്കും അവരങ്ങനെ ഇട്ടേക്കണേ. പിന്നെ നോക്കുമ്പോൾ നമ്മുടെ അക്വ ആയിട്ടുള്ള സാധനങ്ങളാണ്, മീൻസ് ഫിഷ്, പിന്നെ നമ്മുടെ ആമ, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമാണ്. അവരതെങ്ങനെ ക്രിയേറ്റ് ചെയ്തേക്കെന്ന് അറിയില്ല. കുറേ സാധനങ്ങൾ ഇത് വീണ്ടും വേറെ ഉടുമ്പിനെയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഇങ്ങനെ തേളൊക്കെയില്ലേ, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇൻസെക്റ്റ് പോലെയുള്ള. പിന്നെ നമ്മൾ ഈ കയറിനകത്തോടെ കയറി ഇറങ്ങുമ്പോഴാണ് കുറേ ബേഡ്സിൻ്റെ, പല ടൈപ്പ് ഓഫ് ബേഡ്സിൻ്റെ ഒക്കെ കാണാൻ പറ്റുന്നത്. അപ്പോൾ അതിനിങ്ങനെ ഇതൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടായിരിക്കും. ഇതിനകത്ത് ഫുള്ള് AC ആണ് കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനെ ഒരു എൻവയോൺമെൻറ്റിലൊക്കെ അവരിങ്ങനെ താമസിപ്പിച്ചേക്കുക. ഞാനത് ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഇത് എനിക്കൊന്ന് ഈ ബേഡ്സൊക്കെ പറന്നു പോകാതിരിക്കാനായിരിക്കും ഇവരിങ്ങനെ കയറൊക്കെ കെട്ടിയിട്ടേക്കണേ. ഇത് അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ കുറേ മാടത്തൊക്കെ ഉണ്ട്. ഫ്ലമിംഗോ പോലത്തെ അതുണ്ട്. അതിന് കുറേ സാധനങ്ങൾ, കുറേ പക്ഷികൾ ഞാൻ ഇതുവരെയും കാണാത്ത തരത്തിലെ പക്ഷികളൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് ഡാർക്ക് റൂം. അതിനകത്തൂടെ കയറുമ്പം ഈ ഇരുട്ടത്ത് നമ്മുടെ ഈ വവ്വാലൊക്കെ ഇല്ലേ, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കേട്ടോ. ഇത് കണ്ടോ, കിളീൻ്റെ കൂട്. അത് എങ്ങനെ കൂട് വെച്ചതെന്ന് അറിയാൻ പാടില്ല. കുറേ കിളികൾ, ഇത് താറാവ്, അങ്ങനെ കുറേ പക്ഷികളൊക്കെ ഉണ്ടായിരുന്നു. ഇതേ കണ്ടോ, പച്ചക്കടലിലെ ഇതെന്ത് പക്ഷി, തത്തയല്ല വേറെന്തോ ആണ് കേട്ടോ. പിന്നെ എന്തോ കഴുകനൊക്കെ ഇരിക്കുന്ന കണ്ടോ, കുറേ സാധനങ്ങൾ. കഴുകനാണോ എന്താണെന്ന് അറിയില്ല, അതുപോലത്തെ ഒരു സാധനം അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഇതിൻ്റെ പേരൊക്കെ. അത് വായിക്കാനുള്ള സമയമൊന്നും എനിക്ക് കിട്ടിയില്ല, അത് വേറെ കാര്യം. അപ്പം ഞങ്ങളിങ്ങനെ പോയി ഇത് കണ്ടോ നമ്മുടെ കാട്ടുപൂജയൊക്കെ പോലെ ഇരിക്കുന്ന സാധനമാണേ. എന്താണോ ഇങ്ങനെ, ഇത് ഉറങ്ങുകയാണ് ആക്ച്വലി, എല്ലാം ഉറങ്ങുകയാണ് കേട്ടോ. പിന്നെ വേറെ എന്തൊക്കെയോ സാധനം. ഇതാണ് അതിൻ്റെ ആക്ച്വലി ഇതിൻ്റെ പേരെന്താ, കരാക്കലോ എന്തോ പേരൊക്കെയാണ്. കുറേ പേരുള്ള സാധനങ്ങളൊക്കെയാണ്. ഇതേ ഒരു പൂച്ചക്കുട്ടി ഇരുന്ന് ഉറങ്ങണു. ആക്ച്വലി ഈ പൂച്ചയ്ക്ക് തന്നെ കുറേ വെറൈറ്റി ഉണ്ട്. അപ്പോൾ അതിനകത്തെ കുറേ സാധനങ്ങളാണ് കേട്ടോ ഇങ്ങനെ വെച്ചേക്കണേ. ഇതാണ് പൂച്ച, പാവം ഇരുന്നുറങ്ങുക ഒരു ഡിം ലൈറ്റിലൊക്കെ. അത് കഴിഞ്ഞ് കുറേ ഇവിടെ ഉണ്ട് ഒരു പൂച്ച ഇരിക്കണേ. അങ്ങനെ പൂച്ച ഇരിക്കുന്ന അറിയേയില്ല നമുക്ക്. സോ അങ്ങനെ ഇവിടുത്തെ എല്ലാം നമ്മൾ കണ്ടു. ഇനി ഞങ്ങൾ വേറെ സ്ഥലത്തോട്ട് പോകാം. നൈറ്റ് ആനിമൽസ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകാം. അതെ, ഇതിനകത്തോട്ട് കയറുമ്പോഴാണ് രാത്രിയിൽ ജീവിക്കുന്ന ആനിമൽസ് മാത്രമാണ് കേട്ടോ ഇതിനകത്തുള്ളത്. കുറേ ഉണ്ട്. പക്ഷെ ചിലതിനകത്തൊന്നും നമുക്ക് കറക്റ്റ് കാണില്ല, ഇരുട്ടായതുകൊണ്ട്. ഇത് ഏതെങ്കിലുമൊക്കെ സൈഡിൽ പോയി ഒളിച്ചിരിക്കും കോർണറിലൊക്കെ. അപ്പോൾ നമുക്ക് കറക്റ്റ് കാണാൻ പറ്റില്ല. ചിലതിനൊക്കെ നമുക്ക് കാണാം.
ഒരു സാധനം അതാ അവിടെ ഇരുന്ന് ഉറങ്ങണം. എല്ലാവരും ഉറങ്ങുക. എനിക്കൊന്ന് ഇവിടെ ഫുൾ ടൈം ഇതിനകത്ത് എപ്പോഴും ഇരുട്ടായിരിക്കും. ദേ വേറൊരാൾ അതും ഉറങ്ങുക. അതിന് കയറാൻ ഒരു കമ്പൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇരുന്ന് ഉറങ്ങുന്നതാണ് കുറുക്കൻ. പിന്നെ ഇരുന്ന് ഉറങ്ങുന്നത് ദേ വേറെ എന്തോ ഒരു സാധനം. അങ്ങനെ കുറേ ടൈപ്പ് ഇതാ അവർ രണ്ടും കഥയൊക്കെ പറഞ്ഞ് അവിടെ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവരെ ഡിസ്റ്റർബ് ചെയ്യാണ്ട് വീണ്ടും മുമ്പോട്ട് പോയപ്പോൾ അതാ എന്തൊക്കെയോ സൈഡിൽ അത് എന്തോ അതിന് ഫുഡൊക്കെ കഴിക്കുന്നതൊക്കെ ആയിരിക്കാം മേ ബി. അങ്ങനെയൊക്കെ ഇരിക്കുകയാണ്. കുറേ വെറൈറ്റി ഉണ്ട് കേട്ടോ. ഈ കിടക്കുന്നത് ശരിക്കും നമുക്ക് കണ്ടാൽ മനസ്സിലാവേ ഇല്ല ഇത് കിടക്കുന്നത് കണ്ടാൽ. പിന്നെ അതേ വീണ്ടും വരുമ്പോൾ അവിടെയാണ് എലികൾ, കുറേ എലികളുണ്ട്. എലി, മുള്ളൻപന്നി, അതിൻ്റെ കൂട്ടത്തിൽ അവർ മുയലിനെ ഇട്ടിട്ടുണ്ട്. അത് ഏതോ ഒരു വെറൈറ്റി ആണ്. കുറേ ബ്രീഡൊക്കെ ഉണ്ടാവല്ലോ ഇതിൻ്റെ. അതാണ് മുള്ളൻപന്നി. ആഹാ കുറേ മുള്ളൊക്കെ ഉണ്ട് കേട്ടോ. കിടന്നോട് എലി തുരുതുരാ കിടന്നോടി കുറേ വെറൈറ്റി, ഇത്രയും വെറൈറ്റി എലി ഉണ്ടല്ലേ. എലി നമ്മുടെ നാട്ടിലെ ചുണ്ടെലി, പെരിച്ചാഴി എന്നൊക്കെ പറയണ പോലെ കുറേ ഉണ്ട് കേട്ടോ. ഇവിടെയും കുറേ ഉണ്ട്. അതിനകത്ത് ഇത് എന്താണെന്നറിയില്ല, ഒരു മുയലിനെ കൊണ്ട് അവരിട്ടേക്കണം. ഏതെങ്കിലും തരത്തിൽ അവർ തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടാവും, അതുകൊണ്ടായിരിക്കുമല്ലോ അവിടെ ഇട്ടത്. എനിവേ അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ മുമ്പോട്ട് പോകണം കേട്ടോ. ഇതിനകത്ത് കയറി പാത്തിരിക്കുക. എലിയൊക്കെ ഇതാ വേറെ ഒരെണ്ണം. ഇത് 2 എലിയുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് ക്യാമറയിലത്തോളം ക്ലാരിറ്റി ഇല്ലെങ്കിലും 2 എലിയാണ് കേട്ടോ അത്. അങ്ങനെ ഇരിക്കുക. അത് കണ്ടോ, എന്തിൻ്റെയോ സ്കെലട്ടനാണേ, കണ്ടോ തല. അതിനകത്തൂടെയൊക്കെ എലി കയറി ഓടുക. ആക്ച്വലി എലിക്ക് കളിക്കാൻ വെച്ചേക്കുന്ന സാധനമാണെന്ന് തോന്നുന്നു. അത് ഒട്ടകത്തിൻ്റെ എന്തെങ്കിലും ആയിരിക്കണം ആ സ്കെലട്ടൻ. അങ്ങനെ കുറേ ഞാൻ കണ്ടു കേട്ടോ അങ്ങനത്തെ സ്കെലട്ടൻസ് ഇതിനകത്ത് ഇട്ടേക്കണേ. അങ്ങനെ അതെ അതാണ്ടിരിക്കണം നമ്മുടെ പ്രധാന കക്ഷി മൂങ്ങേനെ സെപ്പറേറ്റ് അവർ വെച്ചേക്കണേ. ഇങ്ങനെ നമ്മൾ ഇറങ്ങിപ്പോകാൻ നേരം. പിന്നെ പുറത്തോട്ട് വരുമ്പോൾ അതാ ഏതോ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബേർഡാണത്. അതിനിങ്ങനെ വെച്ചേക്കാം. എല്ലാവരും എന്നെ കണ്ടോന്ന് പറഞ്ഞിട്ട്. പിന്നെ പോകുമ്പോഴാണ് മാനുണ്ട്, കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇനി പോകുമ്പോൾ കുറച്ച് വലിയ സാധനങ്ങളെ, വലിയ സാധനമല്ല, വലിയ മൃഗങ്ങളെ കാണാൻ പറ്റും. പിന്നെ ഇതാ ഇരിക്കുന്നതാണ് റാംകോട്ട് എന്ന് പറഞ്ഞ ഒരു ആനിമൽ. അതൊരു ആടിനെ പോലെ തന്നെയാണെങ്കിലും പക്ഷെ കുറേ ഡിഫറൻസ് ഉണ്ട്. ആടിനെക്കാട്ടിലും ഭയങ്കരമായിട്ട് വലിപ്പമുള്ളതാണ് ഈ റാംകോട്ട് എന്ന് പറയുന്നത്. പിന്നെ ഇതാ മാനെ കണ്ടോ, അറേബ്യൻ ഒറീക്സ് എന്നാണ് കേട്ടോ ഇത് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വേറെയും കുഞ്ഞു മാനൊക്കെ ഉണ്ട്. അങ്ങനെ ഇതൊക്കെ കണ്ട് നമ്മളിങ്ങനെ നടന്ന് ഭയങ്കര ചൂടുണ്ട്. വെയിലത്ത് അവരെങ്ങനെ ജീവിക്കണമെന്ന് അറിയില്ല. പക്ഷെ അതിൻ്റെ ഉള്ളൊരു അറ്റ്മോസ്ഫിയറൊക്കെ അവിടെ അവർ ആക്കി കൊടുക്കുന്നുണ്ട് അതിന് പറ്റിയ രീതിക്കൊക്കെ. പിന്നെ മുമ്പോട്ട് പോകുമ്പോൾ അതാ കുരങ്ങന്മാരാണ് കേട്ടോ, ഫുള്ളും മങ്കീസ്. അങ്ങനെ കുഞ്ഞു കുരങ്ങനും വലിയ കുരങ്ങനും അമ്മ കുരങ്ങിയും അച്ഛൻ കുരങ്ങനും ഒക്കെ ഉണ്ട് കേട്ടോ. ഫുൾ ഫാമിലി ആയിട്ടാണ് ഇരിക്കണേ. അവർ ഇങ്ങനെ നടക്കണു. അതുപോലെ തന്നെ അവരുടെ കുറേ ചിരട്ടയൊക്കെ ഉണ്ട്. അതൊക്കെ ഇട്ടിട്ട് ദർശുവിനെ കണ്ടപ്പോൾ അവൻ്റെ കൂട്ടത്തിൽ ഒരു കുരങ്ങനാണെങ്കിൽ ഭയങ്കര കളിയായിരുന്നു. ഇങ്ങനെ ചിരട്ടയൊക്കെ കൊടുത്തിട്ട് ഈ ചിരട്ട ഇതുങ്ങളൊക്കെ കടിച്ച് തിന്നും ഈ ചിരട്ട. അതെങ്ങനെയാണോ എന്തോ. പിന്നെ അങ്ങോട്ട് പോകുമ്പോഴാണ് ഇതാ കിടക്കണു കുറുക്കൻ, വലിയ കുറുക്കൻ. എല്ലാവരും ഉച്ചമയക്കത്തിലാണ്. ഞങ്ങൾ പോകുമ്പോൾ ഒരു 12:30-1 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഉച്ചമയക്കത്തിലായിരുന്നു എല്ലാവരും. അങ്ങനെ ഇതാ പിന്നെയും മുമ്പോട്ട് പോകുമ്പോൾ അടുത്തത് നമുക്ക് കാണാൻ പറ്റുന്നത് പുള്ളിപ്പുലികൾ. പക്ഷേ ഈ പുലികളെല്ലാം ഭയങ്കര ഉറക്കത്തിലായിരുന്നു. ഞാൻ ഓർത്ത് ഉറങ്ങണമെങ്കിലും ഉണരുമായിരിക്കുന്നു, പക്ഷേ എല്ലാം ഉറങ്ങുമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ അവിടെ നമുക്ക് കുട്ടികൾക്ക് പറ്റിയ ഇതാണ് ഒരു ഫാം പോലെയുണ്ട് കേട്ടോ. അവിടെ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റില്ല, മൃഗങ്ങൾക്കൊന്നും ഫുഡ് കൊടുക്കാൻ അലൗഡല്ല. പക്ഷെ നമുക്ക് എല്ലാത്തിനെയും കാണാൻ പറ്റും. ഭയങ്കര രസമാണ് കേട്ടോ. ആ വെയിലൊഴിച്ച് കഴിഞ്ഞാൽ വെയിൽ നമുക്കുണ്ടെങ്കിലും പക്ഷേ ഇതിനകത്തോട്ട് കയറുമ്പോൾ ആ വെയിൽ അറിയില്ല. അവരങ്ങോട്ട് ഓലയൊക്കെ മേഞ്ഞിട്ടുള്ള നടപ്പാതയൊക്കെ ആയിരുന്നു കേട്ടോ. ഇത് ഭയങ്കര കോമഡിയാണ്. ഒരു പശു അതിനകത്തുനിന്ന് ഇത് പാല് വരണ പോലെ വെള്ളം വരും. ഇനി അതാ നിൽക്കണം നമ്മുടെ സാറ് കുരങ്ങൻ ഡോങ്കി. പിന്നെ ഇതാ ഒരു ക്യാമൽ, ഒട്ടകം. അത് ഇവനാണെങ്കിൽ ഇതിനെ തൊടാൻ ഇവൻ പേടിയൊന്നും ഇല്ല കേട്ടോ. ഇവൻ തൊടുമ്പോൾ അത് ഇങ്ങനെ ചുണ്ട് കൊടുത്തിട്ട് ഇങ്ങനെ നിൽക്കണമായിരുന്നു. പിന്നെ കുറേ കിളികൾ. പിന്നെ അതിന് പുറത്തിറങ്ങുമ്പോൾ കുട്ടിക്ക് കളിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വാവേനെയും കളിപ്പിച്ചു. അവനെ കുറേ ആനിമൽസിനെയൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ടാറ്റാ.